നമസ്കാരം. ഈ രാമായണ മാസത്തിൽ മറ്റൊരു രാമായണ വിശേഷത്തിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ ബാലകാന്ഡം. വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒപ്പം കൂട്ടി യാഗരക്ഷയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഗംഗാനദി കടക്കുമ്പോൾ ഈ കുമാരന്മാർക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷി അവർക്കൊരു മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു വിദ്യ, ബല അതിബല, ഇതാണ് ആ വിദ്യയുടെ പേര്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകില്ല എന്നാണ്. അങ്ങനെ നടന്ന് അവർ ഒരു ഘോര വനത്തിലെത്തുകയാണ്. കൊടും കാട്. ഇപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയും, ഈ കാട്ടിലാണ് താടക എന്ന് പറയുന്ന ഒരു രാക്ഷസി താമസിക്കുന്നത്. അവളെ പേടിച്ച് ആരും ഈ വഴി നടക്കാറ് പോലും ഇല്ല എന്ന് പറയും. പെട്ടെന്ന് രാമൻ തൻ്റെ വില്ലിൻ്റെ ഞാണൊന്ന് വലിച്ചുവിടും. ഞാണൊലി കേട്ട് താടക അവിടേക്ക് പാഞ്ഞടുക്കുകയും വിശ്വാമിത്ര മഹർഷി താടകയെ ചൂണ്ടിക്കാണിക്കുന്നു. രാമൻ ശരമെയ്ത് താടകയെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീരാമൻ ആദ്യമായിട്ട് വധിച്ച ഒരു സ്ത്രീ അത് താടകയാണ്. പിന്നീട് ശ്രീരാമൻ സ്ത്രീകളെ വധിച്ചിട്ടില്ല. അങ്ങനെ താടകയെ നിഗ്രഹിക്കുക. ഈ താടക എങ്ങനെ ആ കാട്ടിലെത്തി എന്നത് രസകരമായ ഒരു കഥയാണ്. സുകേതു എന്ന് പറയുന്ന ഒരു യക്ഷൻ, ദേവവിഭാഗത്തിൽപ്പെട്ട യക്ഷൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത്, പുത്രസൗഭാഗ്യമില്ലാതിരുന്ന ഈ യക്ഷൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ഈ സുകേതുവിനൊരു മകൾ ജനിക്കുകയാണ്. ആ മകളാണ് താടക, അതിസുന്ദരിയായ പെൺകുട്ടി. ഈ താടകയ്ക്ക് 1000 ആനകളുടെ ബലം വരമായി കൊടുക്കുകയാണ് ആദ്യമേ തന്നെ. അപ്പോൾ ഭയങ്കരമായ ശക്തി ഉള്ളവളാണ്. അതുപോലെ തന്നെ മായാവിദ്യകളൊക്കെ അറിയാം. യക്ഷന്മാർക്ക്, യക്ഷകുലത്തിന് പൊതുവെയുള്ള മായാജാലങ്ങളൊക്കെ താടകയ്ക്ക് അറിയാം. ഈ താടക വിവാഹം കഴിക്കുന്നത് സുന്ദൻ എന്ന് പറയുന്ന മറ്റൊരു യക്ഷനെയാണ്. സുന്ദൻ എന്നാണ് പേര്. അപ്പോൾ സുകേതുവിൻ്റെ മകളായ താടക സുന്ദൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ വിവാഹം ചെയ്യുന്നു. സന്തോഷകരമായ അവരുടെ കുടുംബം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് അവർക്ക് 2 മക്കൾ ജനിക്കുകയും ചെയ്യുന്നു. സുബാഹു എന്നും മാരീചൻ എന്നും ആ കുട്ടികൾക്ക് പേരിട്ടു. അവരും മിടുക്കന്മാരായിരുന്നു. മായാവിദ്യകളൊക്കെ അവർക്കും അറിയാം. അങ്ങനെ സന്തോഷമായിട്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സുന്ദൻ ഒരു ദിവസം അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തുകയും എന്തോ വാക്കുതർക്കം അവിടുത്തെ മുനികുമാരന്മാരുമായിട്ട് ഉണ്ടായത് നിമിത്തം ഈ സുന്ദൻ അഗസ്ത്യാശ്രമം ആക്രമിക്കുകയും ചെയ്യുകയാണ്. അവിടുത്തെ ആശ്രമങ്ങളൊക്കെ ഈ സുന്ദൻ അടിച്ച് തകർത്തു. മുനികുമാരന്മാരെയും മറ്റുമൊക്കെ ഉപദ്രവിച്ചു. ഇത് കണ്ട് അഗസ്ത്യ മഹർഷി എത്തുകയും അഗസ്ത്യമുനി ഈ സുന്ദനെ ശപിച്ച് ഭസ്മീകരിക്കുകയും ചെയ്തു. സുന്ദൻ പിന്നെ ഭൂമിയിലില്ല. ഇതറിഞ്ഞ് താടകയും മക്കളും പാഞ്ഞെത്തി വീണ്ടും അഗസ്ത്യമുനിയെ ആക്രമിച്ചു. ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. 1000 ആനകളുടെ കരുത്തുള്ളവളാണല്ലോ താടക. ഭീകരമായ യുദ്ധം നടന്നു. മുനികുമാരന്മാരൊക്കെ എതിർക്കാൻ നോക്കിയെങ്കിലും സാധിക്കുന്നില്ല. അവസാനം അഗസ്ത്യൻ ഈ താടകയെയും മക്കളെയും ശപിച്ചു. നിങ്ങൾ ഘോരരൂപിണികളായിട്ടുള്ള രാക്ഷസന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ താടക രാക്ഷസഭാവം കൈക്കൊണ്ടു. സുബാഹുവും മാരീചനും താടകയ്ക്കൊപ്പം അവിടെ നിന്ന് യാത്രയായി. അവർ പിന്നീട് പലയിടങ്ങളിലും അലഞ്ഞു നടന്നതിന് ശേഷം കരുഷം എന്ന് വിളിക്കപ്പെടുന്ന ഇവൾ താമസിക്കുന്ന ഈ വനത്തിൻ്റെ പേര്, രാമൻ ഇപ്പോൾ താടകയെ നിഗ്രഹിച്ച ആ കാടിൻ്റെ പേര് കരുഷം എന്നാണ്. കരുഷവനം എന്ന് പറയും. അവിടെ എത്തി താമസിക്കുകയാണ്. ആ വഴി വിശ്വാമിത്രൻ പറഞ്ഞതുപോലെ ഇവളെ പേടിച്ച് ആരും നടക്കാറില്ല, ആരും വരാറില്ല. ഒരു സഞ്ചാരയോഗ്യമല്ലാത്തൊരു കൊടും കാടാണ്. ആ കാട്ടിലേക്കാണ് വിശ്വാമിത്രൻ മനഃപൂർവ്വം താടകയെ നിഗ്രഹിക്കാൻ വേണ്ടി ശ്രീരാമനെ കൊണ്ടുപോയത്. ഏതായാലും താടകയെ ശ്രീരാമൻ നിഗ്രഹിച്ചു. ഇതറിഞ്ഞ താടകയുടെ മക്കളായ സുബാഹുവും മാരീചനും കൂടി ശ്രീരാമചന്ദ്രനോട് ഏറ്റുമുട്ടാൻ വരുന്നുണ്ട്. ഈ സമയം സുബാഹുവിനെ വധിക്കുന്നു. ഭയന്നുപോയ മാരീചൻ ഓരോ ഇടങ്ങളിലും ഒളിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ രാമബാണം മാരീചൻ്റെ പിന്നാലെയുണ്ട്. ഭയന്നുപോയ മാരീചൻ ശ്രീരാമനെ തന്നെ അഭയം പ്രാപിക്കുന്നു. എന്നെ രക്ഷിക്കണം, തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഭക്തനായി വന്ന മാരീചന് ശ്രീരാമൻ അഭയം കൊടുക്കുന്നു. പിന്നെ രാമഭക്തനായി മാറുകയാണ് മാരീചൻ. അപ്പോൾ രാമൻ്റെ കൈകൊണ്ട് മാരീചൻ മരിച്ചില്ല. പക്ഷെ വിധി ചില കളികളൊക്കെ കളിക്കും. രാമൻ്റെ കൈകൊണ്ട് മരിക്കാനാണ് മാരീചൻ്റെ, 3 പേർക്കും അങ്ങനെ മരിക്കാനാണ് വിധി, താടകയ്ക്കും സുബാഹുവിനും മാരീചനും. പക്ഷെ ഇവിടെ ഇപ്പോൾ മാരീചൻ കൊല്ലപ്പെടുന്നില്ല. ഈ മാരീചൻ രാവണൻ്റെ ഒരു സേവകനായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോഴാണ് സീതാദേവി കാട്ടിൽ വരുമ്പോൾ രാവണൻ ചെന്ന് പറയുന്നു മാരീചനോട്, അങ്ങൊരു പൊന്മാനായിട്ട് പോയി രാമനെ അവിടെ നിന്നും മാറ്റണം, സീതയെ മോഹിപ്പിച്ച് രാമനെ മാറ്റണമെന്ന് പറയുന്നു.
അപ്പോഴൊക്കെ ഈ മാരീചൻ രാവണനോട് പറയും, രാമനോട് ഒരിക്കലും ഏറ്റുമുട്ടരുത്. രാമൻ എന്ന് പറയുന്ന ധർമ്മിഷ്ഠനായ ധർമ്മവിഗ്രഹമാണ് രാമൻ, അവനോട് ഏറ്റുമുട്ടരുത്, നിന്റെ ഈ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ രാവണൻ മാരീചനോട് പറയും, അങ്ങനെയാണെങ്കിൽ എൻ്റെ ആജ്ഞ കേട്ടില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം നിങ്ങളെ നിഗ്രഹിക്കും. അപ്പോൾ രാവണൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് എന്ന് ചിന്തിച്ച് മാരീചൻ ഒരു സ്വർണ്ണമാനിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് സീതയെ ആകർഷിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ രാമനാൽ മാരീചൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വിധി ചില സംഭവങ്ങളൊക്കെ ചിലപ്പം നേരത്തെ അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ ചിലത് മാറ്റിവെക്കും. അങ്ങനെ 3 പേരും താടകയും സുബാഹുവും മാരീചനും അങ്ങനെ കൊല്ലപ്പെടുകയാണ്. ഇതാണ് താടകയുടെ കഥ. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ, താടക എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് താടകയുടെ അച്ഛൻ സുകേതു, ഭർത്താവ് സുന്ദൻ, മക്കളായിട്ടുള്ള സുബാഹു, മാരീചൻ, കരുഷം എന്ന് പറയുന്ന വനം. ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ഓർമ്മിക്കണം. ഇനി മറ്റൊരു കഥയുമായിട്ട് അടുത്ത ബാലകാന്ഡം തീർന്നിട്ടില്ല, അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.